ഈ എഡിറ്റേഴ്സ് ടേക്കിനെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ വീഡിയോ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുറിച്ചാണ്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെക്കുറിച്ചാണെങ്കിലും രണ്ടഭിപ്രായം ഉണ്ടായേനെ. കേരളം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ ചേരിതിരിഞ്ഞാൽ നേതാക്കളുടെ കാര്യത്തിലും ചേരിതിരിയും. അവരെ ഇഷ്ടപ്പെടുന്നവരും എതിർക്കുന്നവരുമായ രണ്ടു ചേരി. അപ്പോൾ ഒരു മാതൃകാ മുഖ്യമന്ത്രിയോ മാതൃകാ പ്രതിപക്ഷ നേതാവോ എങ്ങനെ ഉണ്ടാകും? എഡിറ്റേഴ്സ് ടേക്കിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനത്ത് വി.ഡി. സതീശനെയും പിണറായി വിജയനെയും മുൻനിർത്തി ഒരു താരതമ്യം ശരിയാണോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇത് കാണുന്ന CPM സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കണം. വി.ഡി. സതീശന് എന്തെങ്കിലും ആനുകൂല്യം നൽകാനോ അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനോ അല്ല ഇവിടെ ശ്രമിക്കുന്നത്. അഥവാ വെളുപ്പിക്കലെന്ന പ്രയോഗമുണ്ടല്ലോ, ആ ഒരു മുൻവിധിയോടെ ഇത് കണ്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയനെ ചില കാര്യങ്ങളിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അടിമയാണ് എന്നല്ല. നമ്മൾ നോക്കുന്നത് മുഖ്യമന്ത്രി അഥവാ മന്ത്രിസഭയെ നയിക്കുന്നയാൾ എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ച് ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ SOP ഉണ്ടാക്കാൻ മെനക്കെടുന്നത് ഗുണമുള്ള കാര്യമാണോ എന്നാണ്. സതീശനിലേക്കും പിണറായിയിലേക്കും വരുന്നതിന് മുന്നേ അല്പം പിന്നോട്ടൊന്ന് പോയി വരാം. കേരളത്തിൽ ഇതുവരെ വന്ന മുഖ്യമന്ത്രിമാരിൽ ആരാണ് ഏറ്റവും നല്ലത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാൽ EMS മുതൽ വി.ഡി. സതീശൻ വരെയുള്ളവരിൽ ആരുടെ പേരും വരാം. അവരവരുടെ ഉത്തരത്തിന് ഓരോരുത്തർക്കും പറയാൻ കാരണങ്ങളും ഉണ്ടാകും. EMS ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കും തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. ശങ്കർ പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിലൂടെ സാമൂഹിക നീതിക്കായി നിലകൊണ്ടു. കരുണാകരൻ കേരളത്തിൻ്റെ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും വേണ്ടി സർവഥാ ശ്രമിച്ചു. അച്യുതമേനോൻ ലാളിത്യത്തിൻ്റെ പ്രതീകമായി. CH ന്യൂനപക്ഷങ്ങളുടെ പടനായകൻ എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചു. E.K. നായനാർ സാധാരണക്കാരിൽ ഒരാളായ മുഖ്യമന്ത്രിയായി. A.K. ആന്റണി അഭിപ്രായ സമന്വയത്തിലൂടെ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. ഉമ്മൻചാണ്ടി പാവങ്ങളായ മനുഷ്യർക്ക് കൺകണ്ട ദൈവമായി. VSO ഇന്നാട്ടിലെ അധ്വാനിക്കുന്ന മനുഷ്യരുടെയും നീതി തേടുന്നവരുടെയും ശബ്ദമായി. പിണറായി വിജയൻ ആപത്തുകളിലും കെടുതികളിലും നാടിനെ ഒന്നാകെ ചേർത്ത് നിർത്തി. ഇനി വി.ഡി. സതീശനോ? ഇതുപോലൊരു വരി അടിക്കുറിപ്പ് അദ്ദേഹത്തിനും വരും. അതിന് സമയമാകുന്നതേ ഉള്ളൂ. ഇപ്പറഞ്ഞ വിശേഷണങ്ങൾക്ക് നേരെ വിരുദ്ധമായി ഇതേ മുഖ്യമന്ത്രിമാരെക്കുറിച്ച് കടുത്ത വിമർശനവും പറയാനുണ്ടല്ലോ. ഓരോരുത്തരെക്കുറിച്ചും ഉണ്ടാകും മെറിറ്റ് ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ. EMS പോലീസിനെ അടിച്ചമർത്തലിന് ഉപയോഗിച്ചു. ശങ്കറിന് കോൺഗ്രസിനെ യോജിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. കരുണാകരൻ അടിയന്തരാവസ്ഥയുടെയും അഴിമതി ആരോപണങ്ങളുടെയും കളങ്കം പേർന്നു. അച്യുതമേനോന് അടിയന്തരാവസ്ഥയെ താങ്ങി നിർത്തിയതിൻ്റെ കറ വീണു. നായനാരുടെ കാലത്ത് ട്രേഡ് യൂണിയനിസം വികസനത്തിന് തടയായി. A.K. ആന്റണിക്ക് മുത്തങ്ങയും ഭരണ ദൗർബല്യങ്ങളും. ഉമ്മൻചാണ്ടിക്ക് സോളാർ. VSന് പാർട്ടിയുടെ കടിഞ്ഞാൺ. പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലിയും സോഫ്റ്റ് ഹിന്ദുത്വയും. വി.ഡി. സതീശനും വരും എന്തെങ്കിലും. ഇവരിൽ ആരെയെങ്കിലും പരസ്പരം താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? EMSനെ കരുണാകരനുമായിട്ട്, ഉമ്മൻചാണ്ടിയെ നായനാരുമായിട്ട്? എല്ലാവരും കേരള മുഖ്യമന്ത്രിമാർ തന്നെ. പക്ഷേ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. പിണറായിയെ VSുമായിട്ട് പോലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ശൈലികൾ, ഭരണരീതികൾ. എല്ലാവരും ഒരേ ടെംപ്ലേറ്റിൽ ഫിറ്റാവില്ല. ഇത് തന്നെയാണ് വി.ഡി. സതീശനെ തൊട്ടു മുൻപത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കാരണം പിണറായി വിജയൻ തുടർഭരണം നേടിയതുപോലും കോവിഡ് കാലത്തെയും പ്രളയകാലത്തെയും പ്രവർത്തനങ്ങൾ കൊണ്ടും അത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ കൊണ്ടുമാണെന്ന് കരുതുന്ന ധാരാളം പേരുണ്ടല്ലോ. സതീശൻ ആ രീതി പിന്തുടരണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ല. അതിലർത്ഥമില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനം. ഇത് ഇത്രയും പറയേണ്ടി വന്നതിൻ്റെ സാഹചര്യം അറിയാമല്ലോ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മഴക്കെടുതിയുടെ സമയത്ത് വിരുന്നിന് പോയി. പിണറായി ആകട്ടെ പ്രളയകാലത്ത് മുഴുവൻ ജനങ്ങൾക്കൊപ്പം നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നുവെന്ന വഷളൻ താരതമ്യം കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. താൻ വിരുന്നിനൊന്നും പോയതല്ല, അന്ന് ഉച്ചയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മലബാറിലെ ഏത് വീട്ടിലും ഒരു ഉച്ചനേരത്ത് ചെന്നാൽ ഉണ്ടാകുന്ന വിഭവങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു.
അത് മലബാറിയൻ ആതിഥ്യ മര്യാദയ്ക്കുള്ള പ്രശംസയാണ്. അത് ശരിയല്ലെന്ന് പിണറായിയും പറയാനിടയില്ല. പല പരിപാടികളിൽ മുഖ്യമന്ത്രി അന്ന് പങ്കെടുത്തിരുന്നു. അതും തെറ്റായെന്നാണ് ആരോപണം. ഇത് പറഞ്ഞ് ഒരു മാധ്യമം അതിനെ കാപ്പിക്കടയുടെ ഉദ്ഘാടനം വരെ എത്തിച്ചു. ബൈ മി എ കോഫി എന്ന സ്റ്റാർട്ടപ്പിനെയാണ് കാപ്പിക്കടയെന്ന് ആ ന്യൂസ് ചാനൽ വിശേഷിപ്പിച്ചത്. നാട്ടുകാർ പെരുമഴയത്ത് വലഞ്ഞു കിടക്കുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിരുന്നുണ്ണാനും കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനും പോവുകയായിരുന്നുവെന്ന പ്രചാരണത്തിന് കിട്ടാവുന്ന ഡിവിഡൻഡ് വളരെ വലുതാണല്ലോ. വളരെ എളുപ്പത്തിൽ ചില്ലറ പൈസയുടെ അധ്വാനം പോലുമില്ലാതെ കിട്ടുന്ന ഡിവിഡൻഡ്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം ഇങ്ങനെ ഓസിന് കിട്ടുന്ന ഡിവിഡൻഡിൻ്റെ പിറകെയാണോ പോകേണ്ടത്? തിരിച്ച് 2018-ലെയും 2019-ലെയും പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കഞ്ഞിയും ചമ്മന്തിയുമാണോ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമെന്താണ്? സ്ഥിരീകരിക്കാൻ ഒരു മാർഗവുമില്ല. ആ ദിവസങ്ങളിൽ പിണറായിയുടെ ദിനചര്യ എന്തായിരുന്നു? അദ്ദേഹം ബാക്കി എല്ലാ പ്രോഗ്രാമുകളും ഉപേക്ഷിച്ച് ദിവസം മുഴുവൻ വെള്ളപ്പൊക്കത്തിൻ്റെ ആശങ്ക പങ്കുവച്ച് ഇരിക്കുകയായിരുന്നു. ഇതൊന്നും ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിണറായിയെയും സതീശനെയും താരതമ്യം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക വയ്യ. അതുകൊണ്ട് ഈ ആപ്പിൾ ടു ആപ്പിൾ താരതമ്യം അർത്ഥമില്ലാത്തതാണ്. അതിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ക്രിഞ്ച് ജനപ്രീതി പിണറായിക്ക് ചേരില്ല. അതിൻ്റെ കാലം കഴിഞ്ഞുപോയി. വി ഡി സതീശനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടം തൊട്ടേ ക്യാരക്ടർ അസാസിനേഷൻ അഥവാ സ്വഭാവ ഹത്യ നടത്തുകയെന്ന ശൈലി CPM സ്വീകരിച്ചിരുന്നു. സതീശന് ലഭിച്ചുകൊണ്ടിരുന്ന ജനപിന്തുണയാണ് അതിനു പിന്നിൽ. ജനപിന്തുണ അർഹിക്കുന്നയാളല്ല സതീശൻ എന്നൊരു നറേറ്റീവ് ആത്മാർത്ഥമായും CPM-നകത്ത് ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. വ്യാജ പ്രതിച്ഛായ സൃഷ്ടിച്ച് നാട്ടുകാരെ സതീശൻ കബളിപ്പിക്കുകയാണെന്ന മട്ട്. അത് തുറന്നു കാട്ടുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച സൈബർ കമ്മി പോരാളികൾ. അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സംഘം. നുണേശൻ എന്ന ഗർഹണീയമായ പ്രചാരണം തീർത്തും വ്യക്തിപരമായ അവഹേളനവും ജനാധിപത്യ മര്യാദയില്ലായ്മയുമായിരുന്നു. അതിനുള്ള മുഖമടച്ചുള്ള അടി ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടി. പക്ഷേ അതിന് ഫലമുണ്ടായിട്ടില്ല. അന്നത്തെ വെറുപ്പിക്കുന്ന പ്രചാരണത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ സ്ട്രാറ്റജിസ്റ്റുകളുടെ ലക്ഷ്യം. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന വ്യാഖ്യാനമുണ്ടാക്കാനാണ് വിരുന്നും കാപ്പിക്കടയും എടുത്തുപിടിച്ചുള്ള പ്രചാരണം. ഇതിൽ വീണ്ടും വീണ്ടും മുഖം നഷ്ടപ്പെടുന്നത് അവരുടേത് തന്നെയാണ്. അത് അവർ മാത്രം അറിയുന്നില്ല. സൈബർ കമ്മികളുടെ നേതൃത്വം അർജുൻ ആയങ്കിമാർക്കും ആകാശ് തെല്ലങ്കേരിമാർക്കുമായിരുന്നല്ലോ. അത് സൃഷ്ടിച്ച പ്രത്യാഘാതം കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. മാത്രവുമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി മാസങ്ങൾക്കുള്ളിൽ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എന്ത് സേവനത്തിനാണ് കരിമണൽ കർത്തയുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ ഒഴുകിയെത്തിയത് എന്ന ചോദ്യത്തിന് ഇതുവരേക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രതിപക്ഷ നേതാവെങ്കിലും അതിൽ നിന്ന് പിന്തിരിയണം. അതിനാൽ വ്യക്തിപരമായ പായാരം പറച്ചിൽ നിർത്തി പ്രതിപക്ഷം ഗൗരവമുള്ള വിഷയങ്ങളാണ് ഉയർത്തേണ്ടത്. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ ഇതുവരെ അങ്ങനെയൊരു ഗൗരവമുള്ള വിമർശനത്തിന് ഇട നൽകിയത് PM ശ്രീ പദ്ധതി വിഷയത്തിലാണ്. ആ പദ്ധതി നടപ്പാക്കില്ലെന്ന് മുന്നും പിന്നും നോക്കാതെ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള സർക്കാരാണിത്. അതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ വോട്ട് അതിനുവേണ്ടിയായിരുന്നു. കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നില്ല, അത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. കരാർ മരവിപ്പിച്ച നടപടി അതേപടി തുടരണമെന്നർത്ഥം. പിൻവാങ്ങാൻ കഴിയാത്ത വിധം കഴിഞ്ഞ സർക്കാർ അതിൽ ഒപ്പിട്ടു എന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം. പക്ഷേ ആ ഏണിയിൽ ചാരി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള തുക വാങ്ങിയെടുക്കാമെന്ന ചിന്ത UDF തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ച നിലപാടിന് വിരുദ്ധമാണ്. പ്രതിപക്ഷം ആഞ്ഞടിക്കേണ്ട വിഷയമാണ്. മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തുകയാണ് വേണ്ടത്. കേരളത്തിൽ LDF ആയാലും UDF ആയാലും അധികാരത്തിലെത്തിയാൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് എന്നത് പെട്ടെന്ന് ഉണ്ടാകേണ്ട ബോധ്യമല്ല. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നും ഉണ്ടാകേണ്ട തിരിച്ചറിവാണിത്. RSS എന്ന ഫാഷിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ ഭരണകൂടം. അത് ചിന്തിച്ചാൽ കേരളത്തിലെ സർക്കാർ UDF-ൻ്റേതോ LDF-ൻ്റേതോ ആയാലും അതിനോട് പോരാടുന്നതാകാനേ കഴിയൂ. ആ ഭരണകൂടത്തോട് സമരസപ്പെട്ടു പോകുന്നതാകാൻ സാധ്യമല്ല. ആ നിലയ്ക്കൊരു വ്യാമോഹം വി ഡി സതീശൻ സർക്കാരിനുണ്ടെങ്കിൽ മന്ത്രി അല്ലാതിരുന്ന സമയത്ത് KM ഷാജി പറഞ്ഞത് തന്നെയേ പറയാനുള്ളൂ. അത് അറബിക്കടലിൽ ഒഴുക്കുന്നതാണ്
ഏറ്റവും ഉത്തമം.